Third semester BSc Complementary Statistics in November 2020 question paper solve ചെയ്യുന്ന വീഡിയോ ആണ് ഇത്. ഇതിലെ ഫസ്റ്റ് പാർട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ എയിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. First question, obtain the MGF of a random variable x following Bernoulli distribution with parameter p. അപ്പോൾ നമുക്കൊരു ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ ആണുള്ളത് വിത്ത് പാരാമീറ്റർ പി. ഒരു ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ പി എം എഫ് ഇസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു 1 മൈനസ് എക്സ്. ഇതാണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ പി എം എഫ്, വേർ എക്സ് ടേക്സ് ദ വാല്യൂസ് 0 and 1 and 0 less than p less than 1 and q is equal to 1 minus q. Bernoulli distribution എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n is equal to 1. n 1 ആയിട്ടുള്ള ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൻ്റെ PDF നമ്മൾ എഴുതി. നമുക്കതിൻ്റെ MGF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ MGF കാണാനുള്ള ഫോർമുല mx of t is equal to expectation of e raised to tx. This is MGF. That is equal to, ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. Therefore this is summation over x e raised to tx into f of x. ഇങ്ങനെയാണ് നമ്മൾ MGF കണ്ടുപിടിക്കേണ്ടത്. അപ്പം mx of t നെ നമുക്ക് mx of t is equal to, ഇവിടെ എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സ് എടുക്കുന്ന രണ്ട് വാല്യൂസുകളും x is equal to 0 to 1 e raised to tx into f of x. f of x എന്ന് പറഞ്ഞാൽ p raised to x q raised to 1 minus x ആണ്. ഇങ്ങനെ നമ്മൾ എഴുതുന്നു. ഇനി ഞാൻ ചെയ്യുന്നത് എക്സിന് വാല്യൂസ് കൊടുക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് എക്സിൻ്റെ പവർ വരുന്ന രണ്ട് ടേമുകളുണ്ട്. എക്സ് പവർ വരുന്ന പിയും ഇ റേസ് ടു ടിയും രണ്ടിൻ്റെയും പവറിൽ എക്സ് ആണ്. നമുക്ക് അവരെ ഒരുമിച്ചിട്ട് എഴുതാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 to 1 പി ഇ റേസ് ടു ടി ഹോൾ റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു 1 മൈനസ് എക്സ് എന്ന് എഴുതാം. എന്നിട്ട് ഞാൻ ഇവിടെ എക്സിന് ആദ്യം 0 കൊടുക്കുന്നു, പിന്നെ ഞാൻ എക്സിന് എന്ത് കൊടുക്കുന്നു, 1 കൊടുക്കുന്നു. എന്നിട്ട് അവർ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് പി ഇ റേസ് ടു ടി ഹോൾ റേസ് ടു 0 ഇൻറ്റു ക്യൂ റേസ് ടു 1 മൈനസ് 0. ഇപ്പോൾ എക്സിന് 0 കൊടുത്തു പ്ലസ് എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഇ റേസ് ടു ടി ഹോൾ റേസ് ടു 1 ഇൻറ്റു ക്യൂ റേസ് ടു 1 മൈനസ് 1 ഇങ്ങനെയാണ് വരുന്നത്. ഓർ ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ പി ഇ റേസ് ടു ടി ഹോൾ റേസ് ടു 0 ആണ്. അപ്പോൾ ഈ ടേം 1 ആയിപ്പോയി. ഇവിടെ ബാക്കിയുള്ളത് ക്യൂ മാത്രമാണ്. അപ്പോൾ ക്യൂ പ്ലസ്, അപ്പോൾ അടുത്ത അതിൽ നോക്കുമ്പോൾ ഇവിടെ പി ഇ റേസ് ടു ടി ഉണ്ട്, ക്യൂ റേസ് ടു 1 മൈനസ് 1. അപ്പോൾ ഈ ടേം ക്യൂ റേസ് ടു 0 ഇത് 1 ആയിപ്പോയി. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് പി ഇ റേസ് ടു ടി മാത്രമാണ്. അപ്പോൾ ദിസ് ഇസ് പി ഇ റേസ് ടു ടി. Therefore MGF of a Bernoulli distribution is q plus p e raised to t. അടുത്ത question, if the mean and variance of a binomial random variable are 5 and 4, find probability of x is equal to 2. ഒരു ബൈനോമിയൽ റാൻഡം വേരിയബിളിൻ്റെ മീൻ 5 എന്നും വേരിയൻസ് 4 എന്നും തന്നിട്ടുണ്ട്. നമുക്ക് ബൈനോമിയൽ പ്രോബബിലിറ്റി ആണ് കാണേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത്, മീൻ ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് എൻ പി കൊണ്ടാണ്. എൻ പി മീൻസ് എൻ പി ആണ്. അപ്പോൾ എൻ പി ആണ് നമുക്ക് എത്ര തന്നിരിക്കുന്നത്, 5 എന്ന് തന്നിരിക്കുന്നത്. ആൻഡ് വേരിയൻസ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു എൻ പി ക്യൂ ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയുന്നത് മീൻ എൻ പി ഇസ് ഈക്വൽ ടു 5 എന്നറിയാം, എൻ പി ക്യൂ ഇസ് ഈക്വൽ ടു 4 എന്നറിയാം. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഞാൻ ഡിവൈഡ് ചെയ്യാണ്. അതായത് എൻ പി ക്യൂ ഡിവൈഡഡ് ബൈ എൻ പി എന്ന് ചെയ്യാണ്. അപ്പോൾ എന്താ വരിക നോക്കാം. എൻ പി ക്യൂ ഡിവൈഡഡ് ബൈ എൻ പി ദറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു എൻ പി ക്യൂ എന്ന് പറഞ്ഞാൽ 4 ആണ് ആൻഡ് എൻ പി എന്ന് പറഞ്ഞാൽ 5 ആണ്. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്നത് ക്യൂ ഇസ് ഈക്വൽ ടു 4/5 എന്ന് കിട്ടും. ഇപ്പോൾ ക്യൂ 4/5 ആണെങ്കിൽ നമ്മൾ പി ആണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഇസ് പി? നമുക്കറിയാം പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അപ്പം
പി എന്ന് പറഞ്ഞാൽ 1 മൈനസ് ക്യൂ ആണ് അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 4/5 എന്ന് കിട്ടുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 1/5. ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഏതൊരു കാര്യം പറയണമെങ്കിലും അതിൻ്റെ 2 പാരാമീറ്റേഴ്സാണ് നമുക്ക് അറിയേണ്ടത്. ഒരു പാരാമീറ്റർ എന്നും മറ്റൊന്ന് പിയും ആണ്. അപ്പോൾ നമുക്കിവിടെ പി എന്ന് പറഞ്ഞ പാരാമീറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി ഏതൊരു പ്രോബബിലിറ്റി കാണണമെങ്കിലും നമുക്ക് എൻ കൂടി കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യം n ഇൻറ്റു പി 5 ആണ് എന്നറിയും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പി കണ്ടുപിടിക്കുക നോക്കാം. We have np is equal to 5. That is n into p എന്ന് പറയുന്നത് 1/5 ആണ്. അപ്പോൾ n into 1/5 is equal to 5, or what is n? n is equal to 5 into 5. This n is equal to 25. അപ്പോൾ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ n 25 ആണെന്നും p 1/5 ആണ് എന്ന് നമുക്ക് കിട്ടിയിട്ട് q 4/5 ആണ് അല്ലേ. ഇനി നമുക്ക് അപ്പോൾ അങ്ങനെ വെച്ചാൽ നമുക്ക് അറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PMF f of x which is equal to f of x എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ x is equal to സ്മോൾ x എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോബബിലിറ്റി എങ്ങനെ എഴുതുക? NCx p raised to x q raised to n minus x എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഈ കേസിൽ n 25 ആണ് അല്ലേ. അപ്പോൾ 25cx p raised to x, it is 1/5 raised to x, and q is 4/5. 4/5 raised to n minus x, that is 25 minus x എന്നാണ് f of x വരുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടത് ഇത് f of x എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് x is equal to സ്മോൾ x ആവാനുള്ള പ്രോബബിലിറ്റി ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ x is equal to 2. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്ന എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്താൽ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 25c2 1/5 raised to 2 4/5 raised to 25 minus 2, it is 23. ഇത് സിംപ്ലിഫൈ ചെയ്താലാണ് നമുക്ക് വേണ്ട ആൻസർ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, obtain the variance of a random variable x following uniform distribution in the interval a, b. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നിരിക്കുന്നത് ഇൻ ദ ഇൻ്റർവെൽ a, b. അതായത് ഇതൊരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് കേസാണ്, അപ്പോൾ റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ അവരുടെ PDF കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. PDF f of x is given by ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF is 1/b minus a if a less than x less than b. a less than x less than bയിൽ f of x 1/b minus a ആണ്. അപ്പോൾ നമുക്ക് വേരിയൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വേരിയൻസ് ഓഫ് x എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആക്ച്വലി എക്സ്പെക്റ്റേഷൻ ഓഫ് x സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x ദ ഹോൾ സ്ക്വയർ. ഇനിയാണ് നമ്മൾ വേരിയൻസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് x കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് x is equal to ഇൻ്റഗ്രൽ ഓവർ x into f of x. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, which is equal to ഇൻ്റഗ്രൽ a to b x into 1/b minus a dx എന്നാണ് ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 1/b minus a എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. 1/b minus a പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x square by 2 എന്ന് വരുന്നു, x square by 2 എന്ന് വരുന്നു ബിറ്റ്വീൻ ലിമിറ്റ്സ് a to b. ഇവിടെ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക? x square by 2 വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് വരാൻ പോകുന്നത് നമുക്ക് വാല്യൂസ് വരാൻ പോകുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് x is equal to 1/b minus a പുറത്തേക്കുണ്ട്. x square by 2 അപ്പർ ലിമിറ്റ് b കൊടുക്കുമ്പോൾ b square by 2 വരും, മൈനസ് ലോവർ ലിമിറ്റ് a കൊടുക്കുമ്പോൾ a square by 2 എന്നാണ് വരുന്നത് അല്ലേ. ഓർ ദിസ് ഇസ് ഈക്വൽ ടു 1/2 കോമൺ ആണ്, പുറത്തേക്ക് എടുത്താൽ മുകളിൽ b square minus a square
divided by b minus a എന്നാണ് വരുന്നത്. or this is equal to ഒരു 2 കൂടിയിട്ട് 2 into b minus a. b square minus a square can be written as b plus a into b minus a എന്ന് നമുക്ക് എഴുതാം. divided by 2 into b minus a എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ b minus a cancel ചെയ്തു പോയി. therefore നമുക്ക് വരുന്നത് expectation of x is equal to b plus a by 2 എന്നാണ്. അപ്പോൾ expectation of x നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് expectation of x square ആണ്. അപ്പോൾ expectation of x square നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ expectation of x square is equal to integral over x square into f of x dx. ഇങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ. ഹിയർ ഇറ്റ് ഈസ് integral a to b x square into f of x എന്ന് പറഞ്ഞാൽ 1 by b minus a dx. it is equal to 1 by b minus a നെ നമുക്ക് പുറത്തേക്ക് എടുത്തു വയ്ക്കാം. സോ കോൺസ്റ്റന്റ് എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ബിറ്റ്വീൻ ലിമിറ്റ്സ് a to b. ഇനി ലിമിറ്റ്സ് അപ്ലൈ ചെയ്താൽ 1 by b minus a ഇൻറ്റു ഇവിടെ നമുക്ക് b ക്യൂബ് ബൈ 3 മൈനസ് a ക്യൂബ് ബൈ 3 എന്നാണ് കിട്ടാൻ പോകുന്നത്. or this is equal to 3 ഒരു കോമൺ ഫാക്ടർ ആണ്, അതിനെ പുറത്തേക്ക് എടുത്താൽ 1 by 3 into b minus a into b cube minus a cube എന്നാണ് വരുന്നത്. that is equal to expectation of x square is equal to 1 by 3 into b minus a b cube minus a cube നെ നമുക്ക് b minus a into b square plus ab plus a square എന്ന രീതിയിൽ നമുക്ക് എഴുതാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ b minus a ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് വരുന്നത് b square plus ab plus a square divided by 3. ഇതാണ് നമുക്ക് expectation of x square വരുന്നത്. this is expectation of x square. ഇപ്പോൾ expectation of x square കിട്ടി, അതുമാതിരി expectation of x ഉം കിട്ടിക്കഴിഞ്ഞു. therefore നമുക്ക് variance of x എഴുതാം. what is variance of x? that is നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ it is expectation of x square minus expectation of x the whole square. ഇതാണ് it is equal to b square plus ab plus a square divided by 3. that is expectation of x square minus expectation of x എന്ന് പറഞ്ഞാൽ b plus a by 2 അതിൻ്റെ സ്ക്വയർ ഇങ്ങനെയാണ് വരുന്നത്. or this is equal to b square plus ab plus a square divided by 3 minus ഇവിടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. that is b square plus 2ab plus a square എന്ന് എക്സ്പാൻഡ് ചെയ്യാം by 2 square. it is 4. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് വേരിയൻസ് ഓഫ് എക്സ് കിട്ടുന്നത്. it is equal to വേരിയൻസ് ഓഫ് എക്സ് is equal to നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 4 കൊണ്ട് ഇവിടേക്കും 3 കൊണ്ട് ഇങ്ങോട്ടേക്കും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്താ വരുന്നത് നോക്കാം. we have variance of x is equal to 4b square plus 4ab plus 4a square minus 3b square minus 6ab minus 6a square whole divided by 3 into 12 ആണ് വരുന്നത്. or this is equal to ഇവിടെ നമ്മൾ മൈനസ് ചെയ്യാം 4b square minus 3b square നമുക്ക് b square. പിന്നെ നമുക്കുള്ളത് ഇവിടെ പ്ലസ് 4ab ഇവിടെ മൈനസ് 6ab ഉണ്ട്. അപ്പോൾ മൈനസ് 2ab ആൻഡ് ഇവിടെ 4a സ്ക്വയർ ഉണ്ട്, ഇവിടെ മൈനസ് 6a സ്ക്വയർ ഉണ്ട്. അപ്പം സോറി ഇവിടെ 3a സ്ക്വയർ ഉണ്ട്. അപ്പോൾ വി ഹാവ് പ്ലസ് a സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 എന്ന് വരുന്നു. b സ്ക്വയർ മൈനസ് 2ab plus a square that can be written as
b minus a the whole square divided by 12. This is the variance of uniform distribution. Another question. Find the standard deviation of a normal distribution with fourth central moment 243. അതായത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർത്ത് സെൻട്രൽ മൊമെൻ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സെൻട്രൽ മൊമെൻ്റ് കാണാനുള്ള ജനറൽ ആയിട്ടുള്ള ഫോർമുല, അതായത് 2rth സെൻട്രൽ മൊമെൻ്റ് mu 2r is equal to 1 into 3 into 5 into etc. 2r minus 1 sigma raised to 2r. ഇതാണ് 2rth സെൻട്രൽ മൊമെൻ്റ് കാണാനുള്ള ഫോർമുല. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഫോർത്ത് സെൻട്രൽ മൊമെൻ്റ് ആണ്, അതായത് mu 4 ആണ് തന്നിരിക്കുന്നത്. mu 4 എന്ന് പറഞ്ഞാൽ ആറിൻ്റെ സ്ഥാനത്ത് r 2 എന്നാണ് വരുന്നത് അല്ലേ? അപ്പോഴാണ് mu 2r 4 ആവുന്നത്, mu 4 ആവുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 into 3 into sigma raised to 4 എന്നാണ് വരുന്നത്. അതായത് 3 into sigma raised to 4 എന്ന് പറയുന്നതാണ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർത്ത് സെൻട്രൽ മൊമെൻ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 243 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം given 3 sigma raised to 4, that is the central moment, fourth central moment, that is equal to 243. So what is sigma raised to 4? Then sigma raised to 4 is equal to 243 divided by 3, which is equal to 81. Sigma raised to 4 എന്ന് പറയുന്നത് 81 ആണ്. അപ്പോൾ what is sigma? Sigma is equal to 4th root of 81, അല്ലെങ്കിൽ 81 raised to 1 by 4, which is equal to 3. So this is the standard deviation of the normal distribution. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സെൻട്രൽ മൊമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ പാരാമീറ്റർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്. ഇപ്പോൾ പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷൻ ഫംഗ്ഷനുകളുടെ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഒബ്സർവേഷനുകളുടെ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരാമീറ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പോപ്പുലേഷൻ മീൻ മ്യൂ ഇറ്റ്സ് എ പാരാമീറ്റർ, പോപ്പുലേഷൻ വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് എ പാരാമീറ്റർ, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് എ പാരാമീറ്റർ. അപ്പോൾ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, എനി ഫംഗ്ഷൻ ഓഫ് പോപ്പുലേഷൻ ഒബ്സർവേഷൻ. അടുത്തത് എന്താണ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് നോക്കാം. എനി ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ ഒബ്സർവേഷൻസ് ഇസ് കോൾഡ് എ സ്റ്റാറ്റിസ്റ്റിക്. സാമ്പിൾ ഒബ്സർവേഷനുകളുടെ ഫംഗ്ഷനുകളെയാണ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സാമ്പിൾ മീൻ എക്സ് ബാർ ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്, സാമ്പിൾ വേരിയൻസ് എസ് സ്ക്വയർ ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി. കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് സീക്വൻസ് എക്സ് ഇസ് സെറ്റ് ടു കൺവേർജ് ഇൻ പ്രോബബിലിറ്റി ടു എ കോൺസ്റ്റന്റ് എ. എ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ എക്സ് എപ്പോഴാണ് കൺവേർജ് ചെയ്യുന്നത് എന്ന് നോക്കാം. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എ ലെസ് ദാൻ ആപ്സിലോൺ ടെൻസ് ടു 1 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പം ഇങ്ങനെ എഴുതിയാൽ, ഇപ്പോൾ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് എൻ ആൻഡ് എ, അത് ആപ്സിലോണിനെക്കാട്ടും ചെറുതാകാനുള്ള പ്രോബബിലിറ്റി എവിടേക്ക് ടെൻഡ് ചെയ്യണം, ടെൻസ് ടു 1 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഇങ്ങനെ ആയാൽ നമുക്ക് പറയാം എക്സ് എൻ വിൽ ടെൻ ടു എ ഇൻ പ്രോബബിലിറ്റി. ദിസ് ഇസ് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ബെർണോളിസ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്. ബെർണോളി ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്താണ് പറയുന്നത്? ലെറ്റ് സീക്വൻസ് എക്സ് എൻ ബി എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് where xn denotes the number of successes in n trials with probability of success p in a single trial. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബെർണോളി ട്രയൽസ് ആണ്.
ബെർണോളി ട്രയൽസിനാണ് സക്സസ് എന്നും ഫെയിലിയർ എന്നും അവരുടെ ഔട്ട്കമ്മുകൾ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ സക്സസ് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഓരോ ട്രയലിലും ഉള്ള സക്സസ്സിനുള്ള പ്രോബബിലിറ്റീനെ നമ്മൾ P കൊണ്ട് ഡിനോട്ട് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കേസിൽ വരുന്ന സക്സസ്സുകളുടെ എണ്ണമാണ് ഈ ബെർണോളി ട്രയലിൽ നമ്മൾ n ടൈംസ് റിപ്പീറ്റ് ചെയ്താൽ വരുന്ന സക്സസ്സുകളുടെ എണ്ണമാണ് നമ്മൾ റാൻഡം വേരിയബിൾ xn ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ബെർണോളി ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് xn by n minus p greater than epsilon tends to 0 as n tends to infinity. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് xn by n minus p less than epsilon tends to 1 as n tends to infinity എന്ന രീതിയിലും ഇതിന് പറയാം. ഇതാണ് ബെർണോളി ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്. അടുത്തത് ഡിഫൈൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ. ഇപ്പോൾ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി ഡാറ്റ ഇസ് എ ഡാറ്റ ദാറ്റ് ആർ കളക്റ്റഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ് ഫോർ ദി ഫസ്റ്റ് ടൈം ഫോർ എ സ്പെസിഫിക് പർപ്പസ് ആൻഡ് ഹെൻസ് ദേ ആർ ഒറിജിനൽ ഇൻ ക്യാരക്ടർ. ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ. അതായത് ഇൻവെസ്റ്റിഗേറ്റർ അയാളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അത് ഒറിജിനൽ ഇൻ ക്യാരക്ടർ ആയിരിക്കും, അത് ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയാണ്. എന്നാൽ എന്താ സെക്കൻഡറി ഡാറ്റ? സെക്കൻഡറി ഡാറ്റ ആർ ദ ഡാറ്റ കളക്റ്റഡ് ബൈ സംവൺ എൽസ് ഫോർ ഹിസ് പർപ്പസ് ആൻഡ് ഇസ് യൂട്ടിലൈസ്ഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ ഫോർ എ സ്റ്റഡി. The collection of secondary data has the advantage of being less time consuming and less expensive. Secondary data can be collected from published or unpublished sources. അപ്പോൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് മറ്റാരും അവരുടെ ആവശ്യത്തിന് വേണ്ടി കളക്ട് ചെയ്ത് വെച്ച ഡാറ്റയാണ്. അത് റെക്കോർഡുകളായിട്ടോ ജേർണൽസ് ആയിട്ടോ ഒക്കെ ആയിട്ട് അവിടെ ഗവൺമെൻറ് ഓഫീസുകളുടെ റെക്കോർഡുകളൊക്കെ ആയിട്ട് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരാൾ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദാറ്റ് ഡാറ്റ ഈസ് സെക്കൻഡറി ഡാറ്റ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഓഫ് സ്മോൾ n units from a population of capital N units, prove that probability of each of the items to be included in the sample is n by n. അതായത് ഇവിടെ നമ്മൾ ഒരു സാമ്പിൾ എടുക്കുകയാണ്, സാമ്പിൾ ഓഫ് സൈസ് n എടുക്കുകയാണ്. അവിടെ പോപ്പുലേഷൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ n ആണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ N യൂണിറ്റ്സിലെ എല്ലാ യൂണിറ്റുകളും സാമ്പിളിൽ ഉൾപ്പെടാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ ഐറ്റവും സാമ്പിളിൽ ഉൾപ്പെടാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളടുത്ത് ക്യാപിറ്റൽ N യൂണിറ്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിത്ത് റീപ്ലേസ്മെൻറ്റും വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റുമായിട്ടും സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് നടത്താം. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്ന് വെച്ചാലും ഒരു സ്പെസിഫൈഡ് ഐറ്റം, നമ്മളെ പോപ്പുലേഷനിലുള്ള ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഐറ്റത്തിനെ നമ്മളെ ആർത്ത് ട്രയലിൽ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് ആൻ ഐറ്റം ഇൻ ആർത്ത് ട്രയൽ. ഓരോ പ്രാവശ്യം നമ്മൾ ഐറ്റത്തിനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഓരോ ഐറ്റം ചിലപ്പോൾ ഐറ്റത്തിന് ഞാൻ 5 എന്ന് പറഞ്ഞ നമ്പറാണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടത്. 5 എന്ന് പറഞ്ഞ നമ്പറിന് എനിക്ക് ഫസ്റ്റ് ട്രയലിൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല, സെക്കൻഡ് ട്രയലിൽ കിട്ടിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ തേർഡ് ട്രയലിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പം ആർത്ത് ട്രയലിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി വിത്ത് റീപ്ലേസ്മെൻ്റ് ആയാലും വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആയാലും 1/N ആണ്. അങ്ങനെയാണെങ്കിൽ ഏതൊരു ട്രയലിലും ഇയാൾ വരാനുള്ള പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് ആൻ ഐറ്റം ഇൻ എനി ട്രയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഇൻ ഫസ്റ്റ് ട്രയൽ, ഇറ്റ് ക്യാൻ ബി ഇൻ സെക്കൻഡ് ട്രയൽ, ഓർ ഇറ്റ് ക്യാൻ ബി ഇൻ nth ട്രയൽ. അല്ലേ? ഫസ്റ്റ് ട്രയലിൽ നമുക്ക് സെലക്ട് ചെയ്യാം, സെക്കൻഡ് ട്രയലിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ nth ട്രയലിൽ നമുക്കൊരു ഐറ്റത്തിനെ സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി സമ്മേഷൻ R is equal to 1 to n 1/N ആണ്. It is equal to 1 plus 2 plus etc. എന്ന് വരും, or that is n/N. ഇവിടെ 1/N plus 1/N അങ്ങനെ n ടൈംസ് വരും, that is n/N. ഇങ്ങനെയാണ് ഈ പ്രോബബിലിറ്റി നമുക്ക് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് a sample of size 36 taken from a normal population with mean 10 and variance 9. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് സാമ്പിൾ മീൻ ഇസ് ഗ്രേറ്റർ ദാൻ 10.5. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സാമ്പിൾ മീനിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്നാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്.
ഈ സാമ്പിൾ മീനിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തീരുമാനിക്കുന്നത് ആ സാമ്പിൾ എടുത്തിരിക്കുന്ന പോപ്പുലേഷനും ആ പോപ്പുലേഷൻ നോർമൽ ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്, പിന്നെ വേരിയൻസ് തന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പോപ്പുലേഷൻ എന്ത് പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നോർമൽ പോപ്പുലേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോപ്പുലേഷൻ എന്താണ്, പോപ്പുലേഷൻ നോർമൽ ആണ്, നോർമൽ പോപ്പുലേഷൻ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ നമ്മൾ നോക്കാം മീനും വേരിയൻസും തന്നിട്ടുണ്ട്. പോപ്പുലേഷൻ്റെ മീൻ മ്യൂ ഇസ് ഈക്വൽ ടു 10 ആണ്, പോപ്പുലേഷൻ്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 ആണ്. സിഗ്മ സ്ക്വയർ 9 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു 3 ആയിരിക്കും. അപ്പം പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്, പോപ്പുലേഷൻ നോർമൽ ആണ്. അങ്ങനെയുള്ളൊരു പോപ്പുലേഷനിൽ സാമ്പിളുകൾ എടുക്കുകയാണെങ്കിൽ സാമ്പിൾ മീൻ എക്സ് ബാർ വിൽ ഓൾസോ ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ഇസ് ഈക്വൽ ടു മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ റൂട്ട്. ഇതാണ് നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾ മീൻ എന്ന് മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ ഈ കേസിൽ ഇവിടെ എക്സ് ബാർ ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ എന്ന് പറഞ്ഞാൽ 10 ആണ്, ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറഞ്ഞാൽ 3 ആണ്, n എന്ന് പറഞ്ഞാൽ 36 ആണ്, സാമ്പിൾ സൈസ് 36 എന്ന് തന്നിട്ടുണ്ട്. അപ്പം സിഗ്മ ബൈ റൂട്ട് n എന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് 3/√36 അല്ലേ, അതായത് 3/6 ആണ്, വിച്ച് ഇസ് 0.5. അപ്പം നമ്മളടുത്തുള്ള എക്സ് ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, സാമ്പിൾ മീൻ എക്സ് ബാർ ഫോളോ ചെയ്യുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അതിൻ്റെ മീൻ എന്താണ് 10 ആണ്, വേരിയൻസ് 0.5. ഇതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. ഇനി അടുത്തത് അതിനെക്കുറിച്ചുള്ളൊരു പ്രോബബിലിറ്റി കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടുള്ള ഏതൊരു പ്രോബബിലിറ്റി നമ്മൾ കാണുന്നത് അതിനെ സ്റ്റാൻഡേർഡ് നോർമലാക്കി മാറ്റിയ ശേഷമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമുക്ക് അറിയുന്ന കാര്യം എക്സ് ബാർ ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 10 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0.5 എന്നാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ ഞാൻ എഴുതുകയാണ്. സെഡ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ദറ്റ് ഇസ് 10 ഡിവൈഡഡ് ബൈ ഇറ്റ്സ് വേരിയൻസ് ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദറ്റ് ഇസ് 0.5. ഇത് ഫോളോ ചെയ്യുന്നത് N01 ആണ് നമ്മൾ എഴുതി വയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്, ഒരു നോർമൽ റാൻഡം വേരിയബിൾ ആയിരുന്നു എക്സ് ബാർ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ നമ്മൾ എഴുതി വെച്ചു അല്ലേ. അപ്പോൾ ഇത് നമുക്കറിയാം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് സാമ്പിൾ മീൻ ഈസ് ഗ്രേറ്റർ ദാൻ 10.5. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ പോവാണ്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ബാറിന് എന്ത് ചെയ്യണം, എക്സ് ബാർ മൈനസ് 10/0.5 എന്ന് എഴുതുന്നു. അതേ കാര്യം തന്നെ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള 10.5നും ചെയ്യും. 10.5 മൈനസ് 10 ഡിവൈഡഡ് ബൈ 0.5 എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ നമുക്കറിയാം എക്സ് ബാർ മൈനസ് 10/0.5 സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ സെഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് സെഡ് എന്ന് എഴുതാം. ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ, ഇവിടെ നോക്കുക 10.5 മൈനസ് 10 ദറ്റ് ഇസ് 0.5 അല്ലേ. 0.5/0.5 എന്ന് പറഞ്ഞാൽ എന്തായി 1. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ മാറി, നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ എക്സ് ബാർ ഗ്രേറ്റർ ദാൻ 10.5 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാൻഡേർഡ് നോർമലിൽ പ്രോബബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള ക്വസ്റ്റ്യനായിട്ട് നമ്മളുടെ ക്വസ്റ്റ്യൻ മാറി. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കാം. അപ്പോൾ നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് വരച്ച് നോക്കുക. സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് സിമെട്രിക് അബൌട്ട് സെഡ് ഇസ് ഈക്വൽ ടു 0 ആണ്. സെഡ് 1 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ ഉണ്ടാവും അല്ലേ, ഇവിടെയാണ് സെഡ് 1 ഉണ്ടാവുക. സെഡ് ഗ്രേറ്റർ ദാൻ 1 ആണ് വേണ്ടത്. നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കേണ്ടത് ഈ ഏരിയ കണ്ടുപിടിക്കുന്നതിന് തുല്യമാണ്. സെഡ് ഗ്രേറ്റർ ദാൻ 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. പക്ഷേ നോർമൽ ടേബിൾസ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഏരിയ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും നമുക്ക് അറിയുന്നത് 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏരിയ എപ്പോഴും 0.5 ആണ്. 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏരിയ 0.5 ആണ്. അതെന്ന് ടേബിളിൽ നമ്മളിപ്പോൾ 1ൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 0 മുതൽ 1 വരെയുള്ള ഈ ഏരിയ നമുക്ക് കിട്ടുന്നു അല്ലേ. എനിക്ക് വേണ്ടത് ഏതാണ്, ഈ ബാക്കിയുള്ള പോർഷനാണ് വേണ്ടത്. അതായത് 0.5 എന്ന് 0 to 1 എന്ന് വരെയുള്ള ഏരിയനെ ഞാൻ മൈനസ് ചെയ്ത് കളഞ്ഞാൽ എനിക്ക് വേണ്ട ഈ പോർഷൻ്റെ ഏരിയ എനിക്ക് ലഭിക്കും. അപ്പോൾ ഞാനിതിനെങ്ങനെ എഴുതുന്നു, ദിസ് ഇസ് ഈക്വൽ ടു 0.5 ദറ്റ് ഈസ് ഹാഫ് ദ ഏരിയ. അവിടെ ഞാൻ ആരെ മൈനസ് ചെയ്യുന്നു,
0 മുതൽ 1 വരെയുള്ള ഏരിയ. ഇങ്ങനെ നമ്മൾ ഭാഷയിൽ എഴുതുകയാണെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1 എന്നാണ് എഴുതേണ്ടത്. ദറ്റ് ഈസ് ഈക്വൽ ടു 0.5 മൈനസ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസിൽ സെഡ് ഇസ് ഈക്വൽ ടു 1ൽ വെച്ചിട്ട് നോക്കുമ്പോഴാണ് ഈ ഏരിയ നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്ക് കിട്ടുന്നത് 0.3413 എന്നാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മളതിനെ മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വരാൻ പോകുന്നത് 0.19487 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ആൻഡ് വൈ ആർ independent standard normal variables, identify the distribution of x by y and x by y whole square. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എക്സും വൈയും ഇവർ രണ്ടുപേരും എന്ത് റാൻഡം വേരിയബിൾസ് ആണ്? സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന വേരിയബിൾസ് ആണ്. അപ്പം എക്സും വൈയും സ്റ്റാൻഡേർഡ് നോർമൽ ആണെങ്കിൽ എക്സ് ബൈ വൈ ഫോളോ ചെയ്യുന്നത് ഒരു കോഷി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. വിൽ ഫോളോ എ കോഷി ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ കോഷി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഓർ ഇറ്റ് ഈസ് സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇപ്പോൾ എക്സും വൈയും സ്റ്റാൻഡേർഡ് നോർമൽ ആണെങ്കിൽ എക്സ് ബൈ വൈ ഫോളോ ചെയ്യുന്നത് കോഷി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതിൽ കോഷി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ടി ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് നമ്മൾ പഠിച്ച വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലും എക്സ് ബൈ വൈൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പറയാം. അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ടത് എക്സ് സ്ക്വയർ എക്സ് ബൈ വൈ ഹോൾ സ്ക്വയറിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് അല്ലേ? ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ. അപ്പോൾ എക്സ് സ്റ്റാൻഡേർഡ് നോർമൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എക്സ് സ്റ്റാൻഡേർഡ് നോർമൽ ആണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് നോർമലിൻ്റെ സ്ക്വയർ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം, ഒരു റാൻഡം വേരിയബിളോട്. അതുമാതിരി വൈ ഇസ് എഗെയിൻ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. അപ്പോൾ സ്ക്വയർ ഓഫ് വൈ, അപ്പം വൈൻ്റെ സ്ക്വയർ ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ വിൽ ഫോളോ എ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ നമുക്ക് രണ്ട് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനുകളുടെ റേഷ്യോ ആണ് വരുന്നത്. അവരുടെ രണ്ടുപേരുടെയും ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണ്. അപ്പോൾ ഇതിനെ ഡിവൈഡഡ് ബൈ 1 എഴുതിക്കൂടെ? അപ്പോൾ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് എ കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ ബൈ ഇറ്റ്സ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഡിവൈഡഡ് ബൈ എനദർ കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ ബൈ ഇറ്റ്സ് ഡിഗ്രി ഓഫ് ഫ്രീഡം. അതായത് ഞാൻ എഴുതിയിരിക്കുന്നത് റേഷ്യോ ഓഫ് 2 കൈ സ്ക്വയർ റാൻഡം വേരിയബിൾസ്, റേഷ്യോ ഓഫ് 2 കൈ സ്ക്വയർ റാൻഡം വേരിയബിൾസ് ആണ്. അപ്പോൾ 2 കൈ സ്ക്വയർ റാൻഡം വേരിയബിൾസിൻ്റെ റേഷ്യോ ഫോളോ ചെയ്യുന്നത് നെറ്റ് കോഴ്സ് എഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഈ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം പറയാം 1,1. ഇതാണ് എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് ബൈ വൈ ഹോൾ സ്ക്വയറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ എഫ് ഡിസ്ട്രിബ്യൂഷൻ. എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എഫ് റാൻഡം വേരിയബിൾ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. ലെറ്റ് എഫ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ അസ്യൂമിങ് വാല്യൂസ് ഇൻ ദ റേഞ്ച് 0 to infinity. ഇതിൻ്റെ റേഞ്ച് എന്താണ്? 0 to infinity ആണ്. ആൻഡ് ഇഫ് പി ഡി എഫ് ഓഫ് എഫ് ഇസ് ഗിവൺ ബൈ എഫ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു n1 raised to n1 by 2 into n2 raised to n2 by 2 divided by beta n1 by 2 n2 by 2 into f raised to n1 by 2 minus 1 divided by n1 f plus n2 whole raised to n1 plus n2 by 2. F is greater than 0. Then f is said to follow a net course f distribution with n1, n2 degrees of freedom.